പ്രായോഗികമായ, സമഗ്രമായ, അതിനൂതനമായ, ചിരപുരാതനമായ, ജീവിത ശൈലി സംബന്ധമായ, വളരെ പ്രാധാന്യമുള്ള ഒരു അടിസ്ഥാന തത്വത്തിൻ്റെ, അടിസ്ഥാന ഗ്രന്ഥങ്ങളുടെ, അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ഒരു അടിത്തറയിൽ 3 ഗുണങ്ങൾ ഭഗവത്ഗീതയിൽ പറഞ്ഞതും 3 പ്രകൃതികൾ ആയുർവേദത്തിൽ പറഞ്ഞതും ഒക്കെ കൂട്ടിച്ചേർത്ത് ആര്, എന്ത്, എങ്ങനെ, എപ്പോൾ, എവിടെ കമ്പയർ ചെയ്ത് ഒരു സാമ്യമുണ്ടാക്കി വ്യത്യസ്തതകൾ മനസ്സിലാക്കി ജീവിത പന്ഥാവിൽ ജീവിക്കുമ്പോൾ ഈ 3 ഗുണങ്ങൾ ഭഗവത്ഗീതയിൽ പറയുന്ന സാത്വിക, താമസിക, രാജസിക ഗുണങ്ങൾ, 3 ദോഷങ്ങൾ, ത്രിദോഷം എന്ന് പറയുന്ന വാത, പിത്ത, കഫങ്ങൾ ആയുർവേദ സംബന്ധം, ഇത് തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെ മനസ്സിലാക്കണം എന്നാണ്. അധ്യായം 14 ഗുണത്രയ വിഭാഗ യോഗം. കൃഷ്ണൻ പ്രകൃതിയുടെ 3 ഗുണങ്ങൾ കൃത്യമായി ശുദ്ധി, വ്യക്തത, സമത്വം, ഇങ്ങനെ പല ജീവിതത്തിൻ്റെ നമ്മൾ പ്രാധാന്യമെന്ന് കൽപ്പിക്കുന്ന പലതിൻ്റെയും പ്രാധാന്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾ. സത്വഗുണം ഉള്ള ആളെങ്ങനെ ചെയ്യണം, ഒരു സമത്വദർശിനി ഉള്ള ഒരാളായിരിക്കും, നല്ല വ്യക്തതയുണ്ടാവും കാര്യങ്ങൾക്ക്, നല്ല ശുദ്ധമായിട്ട് ജീവിക്കാൻ പഠിക്കുന്ന ഒരാളായിരിക്കും. രജസ് എന്ന് പറയുന്നത് പ്രവർത്തനവും ആസക്തിയും അസ്വസ്ഥതയും ഒക്കെ നിറഞ്ഞ. തമസ്, ഞാൻ പ്രാക്ടിക്കലായിട്ടാണ് പറയണത്. തമസ് എന്ന് പറയുന്നത് മന്ദതയും അജ്ഞാനവും, ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുക, ഒരു ഇനീഷ്യേറ്റീവ് ഇല്ലാണ്ടിരിക്കുക. നമ്മളിൽ പലതിലും ഈ സ്വഭാവങ്ങളുടെ കോമ്പിനേഷൻ കാണാം. അത് മാനസികമായിട്ടുള്ളൊരു നിലയാണ്. ഭഗവത്ഗീത പറയുന്നത് മനസ്സിൻ്റെ മൈൻഡ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല പുസ്തകമാണ്. സൈക്കോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ ഫോഴ്സസ് നമ്മുടെ ബിഹേവിയറിനെ എങ്ങനെ ഗവേൺ ചെയ്യുന്നു, നമ്മുടെ കോൺഷ്യസ്നെസ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഇത് മനുഷ്യൻ്റെ പെരുമാറ്റത്തെയും ചൈതന്യത്തെയും നിയന്ത്രിക്കുന്ന മനഃശാസ്ത്ര, ആധ്യാത്മിക ശക്തികളെക്കുറിച്ചുള്ള പഠനമാണ് ഭഗവത്ഗീതയിലൂടെ നമ്മൾ നടത്തുന്നത്. ഇനി നമ്മൾ അത് മാത്രമല്ലല്ലോ, ഒരു ശരീരമാണ്, ഒരു മനസ്സുണ്ട്. നമ്മുടെ ആരോഗ്യപരമായ ശാസ്ത്രം എന്ന് പറയുന്നത് ആയുർവേദമാണ്. അപ്പോൾ ആയുർവേദത്തിൽ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ 3ആയിട്ട് തരംതിരിക്കും. അതിൽ 3 ദോഷങ്ങളാണ് പറയുക. പ്രകൃതിയുടെ തരമനുസരിച്ചിട്ട് ചരകസംഹിതയിലും ആയുർവേദ ഗ്രന്ഥങ്ങളിലും ഒക്കെ വാതം, പിത്തം, കഫം, വായു ആകാശതത്വമാണ്, ചലനമാണ്. പിത്തം അഗ്നിതത്വമാണ്, പരിവർത്തനമാണ്. കഫം ജലം, ഭൂമി തത്വമാണ്, ഘടനയും സ്ഥിരതയുമാണ് കാണിക്കുന്നത് എന്നൊക്കെയാണ് പറയുക. ഈ ശരീരഘടനയുടെയും സ്വഭാവത്തിൻ്റെയും നിയന്ത്രണങ്ങൾ ജീവഘടനയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ ഇതിനെ നമുക്ക് സെപ്പറേറ്റ് കാണാൻ പറ്റില്ല, കൂടെ കാണണം. അപ്പോൾ അതെങ്ങനെ കാണാമെന്നുള്ളതാണ് ഈ അടിസ്ഥാന വ്യത്യാസം. എന്താണ് ഇവ തമ്മിൽ? ഒന്ന്, മനഃശാസ്ത്രപരമായ ഗുണങ്ങൾ, അത് ഗുണങ്ങളാണ്, അത് ഭഗവത്ഗീതയാണ്. ചൈതന്യത്തെ സ്വാധീനിക്കുന്നു പറയുന്നത് ഭഗവത്ഗീതയാണ്. നമ്മൾ മാറിക്കൊണ്ടിരിക്കും, ആത്മീയ ദിശ ദർശനമനുസരിച്ച് നമുക്ക് നന്നാവാൻ പറ്റും എന്നൊക്കെ ഭഗവത്ഗീതയാണ് പഠിപ്പിക്കുന്നത്. ദോഷങ്ങൾ, പ്രകൃതിയുടെ ദോഷം, ശാരീരം, ഊർജം ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ്. നമ്മുടെ ആക്റ്റീവ്നെസ്, അത് മനസ്സുകൊണ്ടല്ല, ശരീരം കൊണ്ട്. ശരീരഘടന അത് ജനനം മുതൽ സ്ഥിരതയുള്ളതാണോ? ആണ്. ഒരു പിത്ത സ്വഭാവമാണെങ്കിൽ ജനനം മുതൽ സ്ഥിരമാണ്, അത് മാറാൻ പറ്റില്ല. പക്ഷേ ഗുണങ്ങൾ പറയുമ്പോൾ ഭഗവത്ഗീതയിൽ മാറ്റം വരുത്താൻ പറ്റുമെന്നാണ്. ഒരു സാത്വികനെ രാജസികമായിട്ട് മാറും, ചിലപ്പം രാജസികളായിട്ടുള്ള സാത്വികമായിട്ട് മാറും, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ വാതപിത്ത കഫങ്ങൾ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആ കാറ്റഗറി അല്ല. അതിൻ്റെ കോമ്പിനേഷൻസിൽ കുറച്ച് ഗുണം കൂടുതലും കുറവൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം മനസ്സിന് ഗുണമേന്മയും ദോഷം ശരീരത്തിനുമാണ് സാധാരണ പറയാം. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ദോഷങ്ങൾ കാണാൻ പറ്റും. ആശയപരമായ സാമ്യത കുറേയുണ്ട് ഇവ തമ്മിൽ.
അതെന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ കോമ്പിനേഷൻ ശരീര മനസ്സോ യോഗ പരസ്പരമനുപ്രചേതാധാര ആധേയ ഭാവേന തപ്താജ്യ ഘടയോഗ പ്രതിപിക്കുക അങ്ങനെ പറയുന്നത്. അപ്പം ശരീരത്തിൻ്റെ ഘടന പറയുന്ന ആയുർവേദവും മാനസികമായ ഘടന പറയുന്ന ഗീതയും കൂടെ പഠിച്ചു വായിക്കുമ്പോൾ ഇത് വ്യത്യസ്തമാണെങ്കിലും വ്യത്യസ്ത സംവിധാനങ്ങളാണെങ്കിലും വ്യത്യസ്ത ശാസ്ത്രമാണെങ്കിലും അവ തമ്മിൽ ആഴത്തിൽ വളരെ ബന്ധമുണ്ടെന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. വാദം എന്ന് പറയുന്നത് രജോഗുണമാണ്. പ്രധാന സാമ്യം രജോഗുണത്തിലാണ് വാദത്തിന്. ചലനം, വേഗത, അസ്ഥിരത, ആശങ്ക, വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു എബിലിറ്റി, അസ്വസ്ഥത അതുകൊണ്ടുണ്ടാവുന്നത്, വേഗത്തിൽ ചിന്തിക്കാനുള്ള കഴിവുകൾ, ഇത് വാദം വർദ്ധിക്കുമ്പോൾ രജസ് വർദ്ധിക്കുമെന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു ഭാഗമാണ്. പിത്തം കൂടുന്ന സമയത്ത്, സത്വം കൂടുന്ന സമയത്ത്, രജസ് കൂടുന്ന സമയത്ത് സത്വവും രജസ്സും കൂടിച്ചേർന്നിട്ടുള്ള പിത്ത സ്വഭാവത്തിൽ, ഒരു മിശ്ര സ്വഭാവത്തിൽ ഒരു തീക്ഷ്ണ ബുദ്ധി ഉണ്ടാവും, നേതൃപാഠം ഉണ്ടാവും, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും, കാര്യങ്ങളിൽ ഒരു മത്സരങ്ങളുടെ ഒരു തോന്നലുണ്ടാവും. സന്തുലിതമായ പിത്തവും സാത്വികമായ വ്യക്തതയും, അധികം പിത്തം അല്ലെങ്കിൽ രാജസീകം വരുന്ന സമയത്ത് ആക്രോശിക്കുന്നൊരു സ്വഭാവം, ആംഗ്രി, അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ കഫം എന്ന് പറയുന്നത് തമസ്സാണ്. സത്വവും തമസ്സും കൂടി ചേർന്നിട്ടുള്ളതാണ്. അതിൽ സംഭവിക്കുന്നത് ഒരു സ്ഥലത്തിരിക്കാൻ തോന്നും, ആസക്തി ഉണ്ടാവും, പല കാര്യങ്ങളും മന്ദഗതിയിലായിരിക്കും, ശാന്ത സ്വഭാവം ഉണ്ടാവും. ഇത് സന്തുലിതാവസ്ഥയിൽ കഫവും സാത്വിക കരുണ എന്ന് പറയുന്നൊരു സ്വഭാവവും അധികം കഫവും സാത്വികമായ ജഡത്വവും ഒക്കെ കൂടുമ്പോൾ വ്യത്യസ്തമായൊരു കോമ്പിനേഷനിലൊരു സ്വഭാവം നമുക്കുണ്ടാവും. അതിൽ ശരീരത്തിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് കാണാൻ പറ്റും. ആര്, എന്ത്, എങ്ങനെ, എപ്പോൾ, എവിടെ എന്ന് പറയുന്ന ഒരു സ്വഭാവം. നമ്മൾ ശാന്തനും ജ്ഞാനിയുമായ ഒരാളാണ്, സത്വഗുണമുള്ള ഒരാളാണ്. മാനസികമായിട്ട് വ്യക്തതയും സ്ഥിരതയും അയാൾക്ക് കാണാൻ പറ്റും. സഹായിക്കുന്നൊരു പ്രകൃതി ഉണ്ടാവും. രജോ ഗുണമുള്ള ആൾക്കോ ആഗ്രഹങ്ങൾക്ക് വളരെ, ആസക്തികൾക്ക് വളരെ പ്രാധാന്യം ഉണ്ടാവും. വലിയ ആളാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ സഹായം കൊടുക്കുന്നതിലൊക്കെ കാൽക്കുലേഷൻസ് ഉണ്ടാവും. തമസ് എന്ന് പറയുന്നത് വളരെ ജഡതയുള്ള ഒരാളാണ്. ജഡത്വമായിരിക്കും കൂടുതൽ. ഒരു സ്ഥലത്തിനിരിക്കും. എക്സസീവായിട്ടുള്ള പിത്തം വരുന്ന സമയത്ത്, രാജസികമായിട്ടുള്ള അഗ്രഷൻ വരുന്ന സമയത്തും ഒക്കെ അനങ്ങാണ്ടിരിക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്നത് തമസ്സുള്ളവരാണ്. അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ ദാർശനികമായ ആഴത്തിലുള്ള ബന്ധങ്ങളിൽ സംഖ്യാശാസ്ത്രപ്രകാരം, ദർശനപ്രകാരം 3 ഗുണങ്ങളും ആയുർവേദത്തിൻ്റെ ശരീരഘടനയും കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ദോഷങ്ങളുടെ പ്രാധാന്യവും ഗുണങ്ങളുടെ ഒരു പ്രാധാന്യവും മനസ്സിൻ്റെ തലത്തിൽ ഗുണങ്ങളും ശരീരത്തിൻ്റെ തലത്തിൽ ദോഷങ്ങളുമാണെങ്കിൽ പ്രകൃതിയിൽ ജീവിക്കുന്നത് രണ്ടും ചേർന്നിട്ടുള്ള സങ്കലനത്തിലാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രായോഗിക മനഃശാസ്ത്രത്തിൽ ആശങ്കയുള്ള ഒരാൾക്ക് രജസ് എന്ന് പറയുന്ന ഗുണവും വാദം എന്ന് പറയുന്ന ദോഷവുമാണ് നമുക്ക് കാണാൻ പറ്റും. കോപം എന്ന് പറയുന്ന മാനസികാവസ്ഥയ്ക്ക് കാരണം സാധ്യത പലപ്പോഴും രജോ ഗുണത്തിലുള്ള ഗുണവും പിത്തം എന്ന ദോഷവും ഉള്ളതുകൊണ്ടാണ്. വിഷാദം എന്ന സുഖം വരുന്നത് തമസ് എന്ന് പറയുന്ന ഗുണവും കഫം എന്ന് പറയുന്ന ദോഷവും ഉള്ളതുകൊണ്ടാണ്. കരുണ എന്ന് പറയുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ കമ്പാഷൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ സത്വഗുണ പ്രധാനം ആയിട്ടുള്ളൊരാളും സമതുലിതമായ കഫം കൂടി ചേർന്നിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ഹോറോസ്കോപ്പിൽ, അസ്ട്രോളജിയിൽ സ്റ്റാർ നോക്കിയിട്ടും പറയാൻ പറ്റും കേട്ടോ. അങ്ങനെ അസ്ട്രോളജിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. തീഷ്ണമായിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ക്രിയേറ്റിവിറ്റി, സയൻറ്റിഫിക് ടെമ്പറാമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സത്വഗുണമുള്ള ഒരാളായിരിക്കും. പക്ഷേ ഒരു പിത്ത സ്വഭാവം കൂടി അയാൾക്കുണ്ടാവും. ലഘുവായിട്ടുള്ള ഒരു രജസ്, വളരെ ക്രിയേറ്റീവായിട്ടുള്ള മനുഷ്യനുണ്ടാവും. പക്ഷേ അയാൾക്ക് വാദസംബന്ധമായ അസുഖങ്ങൾ ശരീരത്തിനുണ്ടാവും. അത് വളരെ പ്രാധാന്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രായോഗികമായിട്ട് പലരെയും കണ്ടിട്ടുണ്ട് അങ്ങനെ. അതുകൊണ്ട് ഈ ത്രിമാന മാതൃകകൾ വ്യക്തിത്വത്തെ നമ്മൾ വൈവിധ്യമായിട്ട് വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ സമതുലിതമായിട്ട് മനസ്സിലാക്കാൻ ശരീരവും മനസ്സും തമ്മിൽ ഏകീകരിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലൊക്കെ ചിന്തിക്കാനുള്ള കഴിവും കൂടി മനുഷ്യനുണ്ടാകുമ്പോഴാണ് ഇത് വെളിപ്പെടാൻ സാധിക്കുക. അപ്പോൾ ശാസ്ത്രപരമായിട്ടുള്ള, ജൈവപരമായിട്ടുള്ള, ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ നിമിഷം പ്രതി ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് കാണുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതിനെ ബന്ധപ്പെടുത്തേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഓരോ കാലഘട്ടത്തിൽ, ഇപ്പോൾ ഗീതയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗുണത്തെ അതിജീവിച്ചിട്ട് ഗുണാതീതമായ അവസ്ഥയിലേക്ക് മനുഷ്യനെ മാറ്റാണ്. ആയുർവേദത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദോഷം സന്തുലിതം ചെയ്തിട്ട് ആരോഗ്യപരമായിട്ട് മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അതുകൊണ്ട് ആയുർവേദം ലക്ഷ്യമിടുന്നത് ആരോഗ്യ സന്തുലിതവും ഗീത ലക്ഷ്യമിടുന്നത് ചൈതന്യമുക്തിയുമാണെങ്കിൽ
ഇത് ശരീരത്തെ തയ്യാറാക്കിയിട്ട് മനസ്സിനെ തയ്യാറാക്കണം, അല്ലെങ്കിൽ രണ്ടും കൂടി കൽപ്പിച്ച് കൊണ്ടുപോകണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് വാദം, രജസ്, സൃഷ്ടിപരതയുടെ, ആശങ്കയുടെ നേതാവിൻ്റെ ഒരു ക്രെഡിബിലിറ്റി കിട്ടുകയാണെങ്കിൽ അയാൾ ആ പണിക്ക് പോകുന്നതിന് മുമ്പ് ഇതൊന്ന് ബാലൻസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അയാളെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. ഇതാണ് ഈ ഒരു പഠനത്തിൻ്റെ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഗുണങ്ങൾ, ചൈതന്യം എന്ന് പറയുന്നത് ശരീരം സ്ഥിരമാവുകയും മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആത്മബോധത്തിലൂടെ ഇതിനെ കമ്പ്യൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ, ആത്മീയതയിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ, ദോഷങ്ങളുടെ, ദേഹങ്ങളുടെ ഗുണദോഷങ്ങളുടെ സമ്മിശ്രമായിട്ടുള്ള ജീവചൈതന്യത്തിൻ്റെ അംശം ചേർക്കുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ മനസ്സിനെ ഉദ്ധരേത് ആത്മനാത്മാനാം ആത്മാനം അവസാധയേത്. അപ്പം അതിൽ ശരീരം പ്രാധാന്യമുള്ളൊരു പങ്കാണ്. അപ്പോൾ 5-fold ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ, ഇമോഷണൽ, ഇൻ്റലക്ച്വൽ, സോഷ്യൽ, സ്പിരിച്വൽ, ഈ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ശരിക്കും പഠിക്കണമെങ്കിൽ ഈ ഗുണത്രയവും ഗുണദോഷവും ഈ ത്രിദോഷവും ത്രിഗുണവും കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനുള്ളൊരു ചെറിയ പാഠം, ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഒരു 10 മിനിറ്റ് കൊണ്ട്. നന്ദി, നമസ്കാരം.